8 മാസമായിട്ട് അമ്മ അത് തീരെ ശ്രദ്ധിച്ചിരുന്നില്ല. അവിടെ പോയി ഗർഭപാത്രം റിമൂവ് ചെയ്ത് കളഞ്ഞു. ഇവിടെ ഞങ്ങൾ യൂട്യൂബിൽ കണ്ടിട്ട് നല്ല മാറ്റമുണ്ടെന്നൊക്കെ അറിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്. വെൽക്കം ടു പുനർജൻ ആയുർവേദ ഹോസ്പിറ്റൽ. നമ്മുടെ കൂടെയുള്ളത് പേഷ്യന്റ് റിലേറ്റീവ് ആണ്. ഇവരിവിടെ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. ഇവർക്ക് എന്ത് ക്യാൻസർ ആണെന്നും ക്യാൻസറിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയായിരുന്നെന്നും നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം. കൂടാതെ പുനർജൻ ആയുർവേദ ഹോസ്പിറ്റൽ ചൂസ് ചെയ്യാനുള്ള കാരണവും നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം. നമസ്കാരം സാർ, പേരെന്താ നമസ്കാരം. സാറിന്റെ? ശരത് കുമാർ. പേഷ്യന്റ് ആരാ സാറിന്റെ? അമ്മ അമ്മയുടെ പേരെന്താ? നരസമ്മ. ഓക്കെ, എത്ര വയസ്സുണ്ട്? 53. 53. ഓക്കെ, എവിടെ നിന്നാ വരുന്നത്? ജവഹർലാൽ മാർട്ട് സ്ട്രീറ്റ്. എന്ത് ക്യാൻസർ ആണെന്നാ ഡോക്ടർ പറഞ്ഞത്? ഗർഭപാത്രത്തിൽ ക്യാൻസർ ആയിരുന്നു. മുമ്പ് മറ്റെന്തെങ്കിലും ട്രീറ്റ്മെന്റ് എടുത്തിരുന്നോ അതോ ഫസ്റ്റ് ടൈം ഇല്ല, ആണോ? ട്രീറ്റ്മെന്റ് എടുത്തായിരുന്നു. ഓക്കെ, എന്ത് ട്രീറ്റ്മെന്റ് എടുത്തത്? ഒരു ഹോസ്പിറ്റലിൽ പോയി ഗർഭപാത്രം റിമൂവ് ചെയ്ത് കളഞ്ഞായിരുന്നു. കൂടാതെ റേഡിയേഷൻ കീമോയൊക്കെ ചെയ്തായിരുന്നു. ഉം. എല്ലാം ചെയ്തിട്ടും അത് കുറഞ്ഞൊന്നുമില്ല. ഡോക്ടർ എന്താ പറഞ്ഞത്? അങ്ങനെ ഇരിക്കുമ്പോഴാണ് എത്രാമത്തെ സ്റ്റേജ് ആണെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നോ? അതായത് ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യണോ അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യണോ, അങ്ങനെ എന്തെങ്കിലും അത് പറഞ്ഞിരുന്നോ? ട്രീറ്റ്മെന്റ് പിന്നെയും കൊടുക്കാനായിട്ട് തുടങ്ങി. ഓ ഓക്കെ, എന്ത് ട്രീറ്റ്മെന്റ് അമ്മയ്ക്ക് കൊടുത്തിരുന്നെന്ന് പറയാമോ സർ? ഡോസ് പ്രകാരമാണ് കൊടുത്തത്. ഓ, ഡോസ് പ്രകാരം. ഓക്കെ സർ, ആയുർവേദ മെഡിസിൻ ചൂസ് ചെയ്യാനുള്ള കാരണം എന്താണ്? ഇല്ല, ഞങ്ങൾ യൂട്യൂബിൽ കണ്ടിട്ട് ഒരുപാട് പേർക്ക് മാറ്റണമെന്ന് അറിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് ഉം. വന്നത്. ഓക്കെ, മറ്റു മെഡിസിൻ കഴിച്ച് പ്രയോജനം കിട്ടാത്ത കാരണമാണോ വന്നത്, അല്ലെങ്കിൽ ഇല്ല, മറ്റെവിടെയെങ്കിലും ഇത് യൂസ് ഒന്നും കണ്ടിട്ടാണോ വരുന്നത്? ഉണ്ടായിരുന്നില്ല. യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ലെന്ന് മനസ്സിലായപ്പോഴാണ് ഇങ്ങോട്ട് വന്നത്. ഓക്കെ സർ, ഈ ക്യാൻസർ സംബന്ധമായ ലക്ഷണങ്ങൾ എങ്ങനെ നിങ്ങൾ കണ്ടുപിടിച്ചത്? അമ്മയ്ക്ക് ആദ്യമൊക്കെ മാസം ബ്ലീഡിങ് വരുന്നതിൽ ഉം. ഒട്ടും ബ്ലഡ് വരാത്തൊരു അവസ്ഥയിലേക്കൊക്കെ പോയി. ഉം. വൈറ്റ് കളറിലായിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഓക്കെ ആ ഒരു അവസ്ഥയിൽ അമ്മ ഒരു 8 മാസത്തോളം കഷ്ടപ്പെട്ടിരുന്നു. ഓക്കെ അങ്ങനെ വന്ന സമയത്താണ് നമ്മൾ വേറൊരു ഹോസ്പിറ്റലിലേക്ക് പോയത്. അവിടെ ചെന്നപ്പോഴേക്കും അവിടുത്തെ മേഡം ഗർഭപാത്രത്തിൽ സ്കാൻ ചെയ്ത് നോക്കിയിട്ട് ഉം. അവിടെ ക്യാൻസർ ഉണ്ടെന്ന് ഞങ്ങളോട് പറഞ്ഞു. ഇത് അമ്മയാണ് എന്നോട് വന്ന് പറഞ്ഞത്. അപ്പൊ തന്നെ ഞങ്ങൾ പോയി ഗർഭപാത്രം റിമൂവ് ചെയ്ത് കളഞ്ഞു. ഓക്കെ അത് ചെയ്തിട്ടും ട്രീറ്റ്മെന്റ് എടുത്തിട്ടും കുറഞ്ഞൊന്നുമില്ല. സെക്കൻഡ് സ്റ്റേജിലുണ്ടായിരുന്നത് ഇപ്പോൾ 4th സ്റ്റേജിലായിട്ടുണ്ട്. സാറിന് ക്യാൻസറിനെ പറ്റി ഇതിനു മുമ്പ് എന്തെങ്കിലും അറിയാമോ? ഇതിന്റെ കാരണം എന്താണെന്നൊക്കെ? ഒന്നും അറിയില്ല മാഡം. നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഓ, കൃഷി ചെയ്യാനായിട്ട് തുടങ്ങി. കൃഷിക്കാരനാണല്ലേ. ഓക്കെ, സോ ഇതിനെപ്പറ്റി അറിയാത്ത കാരണം ഇത് വിട്ടുകളഞ്ഞായിരുന്നല്ലേ? അതെ മാഡം. സാർ, ഇത് ഫാമിലിയിൽ ആർക്കെങ്കിലും ഉണ്ടോ അതോ അമ്മയ്ക്കാണോ ഫസ്റ്റ് ടൈം വരുന്നത്? അമ്മയ്ക്കാണ് ഫസ്റ്റ് ടൈം ആയിട്ട് വന്നത്. അമ്മയ്ക്കാണല്ലേ, അതെ. മറ്റാർക്കും ഇല്ലല്ലേ? ഇല്ലില്ല, ആർക്കും ഇല്ല അതിനു മുന്നേ. ഓക്കെ, അമ്മയ്ക്ക് ക്യാൻസർ ആണെന്ന് അറിഞ്ഞപ്പോ സാറിന് എന്താണ് തോന്നിയത്? എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾക്ക് ആ സമയത്തൊക്കെ? അതിനെപ്പറ്റി പറയാമോ? ഫാമിലിയിലെല്ലാവരും വളരെ സങ്കടത്തിലാണ്. അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ആരും സംസാരിക്കുന്നില്ല. ഓക്കെ, ഫാമിലിയിലുള്ള എല്ലാവരും സപ്പോർട്ട് ചെയ്തിരുന്നു നിങ്ങളെ? എല്ലാവരും സപ്പോർട്ട് എല്ലാവരും? എല്ലാവരും സപ്പോർട്ട് അവർക്ക് എല്ലാവർക്കും ധൈര്യം ഉണ്ടായിരുന്നോ? ക്യാൻസർ എന്ന് കേൾക്കുമ്പോ എല്ലാവരും പേടിക്കുമല്ലോ. അവരെന്താ ആ. നിങ്ങളോട് പറഞ്ഞത്? ഒരു പ്രശ്നമില്ല അമ്മേ, ഓ, അങ്ങനെ പറഞ്ഞല്ലേ. ഒന്നുകൊണ്ട് പേടിക്കണ്ട, ഞങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ സർ, ഇതിനു മുമ്പ് എടുത്തിരുന്ന ട്രീറ്റ്മെന്റിൽ നിങ്ങൾക്ക് യാതൊരുവിധ പ്രയോജനം ഉണ്ടായിരുന്നില്ലല്ലോ. ഇവിടെ ഒരുപാട് പേര് ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ട്, എല്ലാവർക്കും റിസൾട്ട് കിട്ടുന്നുണ്ട്. ഉം. മരുന്ന് കഴിച്ചു തുടങ്ങുമ്പോഴല്ലേ വ്യത്യാസം മനസ്സിലാവൂ. അത് കണ്ടിന്യൂ ചെയ്തോളൂ. അസുഖം ഭേദായതിനു ശേഷം നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം സർ. ഓക്കെ, താങ്ക് യു Okay, താങ്ക് thank യു you, സോ ma'am. മച്ച്.